മരിച്ചവരുടെ പ്രാർത്ഥന. സങ്കീർത്തനം 6:5. Dead people can't call out your name. How can they praise you when they are in the grave? മരണശേഷം ആരും അങ്ങയെ ഓർക്കുന്നില്ലല്ലോ, പാതാളത്തിൽ ആരവിടുത്തേക്ക് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ ബൈബിൾ ഇനി POC ആണെങ്കിലോ ഇംഗ്ലീഷിൻ്റെ വിവിധ ട്രാൻസ്ലേഷൻ ആണെങ്കിലോ ഏത് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. ആശയം ഇത്രയേ ഉള്ളൂ: മരിച്ച ശേഷം പ്രാർത്ഥന സാധ്യമല്ല. മാത്രമല്ല, മരിച്ചവരോട് പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല. ഈ ഒരു പഠിപ്പിക്കൽ ക്രിസ്തീയ സഭയിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. മരിച്ചവരോടും മരിച്ചവർക്ക് വേണ്ടിയും ഉള്ള പ്രാർത്ഥനകളും കൂദാശകളും കർമ്മങ്ങളും എല്ലാ മതങ്ങളുടെയും പിടിവള്ളിയാണ്. അത് പറഞ്ഞാണ് ഭക്തജനങ്ങളെ മതത്തിൽ കുരുക്കിയിടുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിനും മരണാനന്തര ചടങ്ങിനും നല്ലൊരു തുക ജീവിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നു. എൻ്റെ അയൽവക്കത്തൊരു മരണം നടന്നു. ഞാൻ റെസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ ദൂരെ ഇരുന്ന് കണ്ടു. 3 ദിവസമാണ് ചടങ്ങ് നടന്നത്. ആദ്യത്തേത് 3-ാം ദിവസവും, പിന്നത്തേത് 8-ാം ദിവസവും, പിന്നത്തേത് 40-ാം ദിവസവും എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാറ്റിനും കുറേ വാഹനങ്ങൾ വന്നു. കുറേ ഞങ്ങളുടെ വീട്ടിലാണ് പാർക്ക് ചെയ്തത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാത്തിനും ഫുഡ് കൊടുത്തു. ഒരു 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. ആ വീട്ടുകാർക്ക് നല്ല പണച്ചെലവുണ്ട്. അത് കഴിഞ്ഞു വന്ന് ഈ ഒരു കഷ്ടപ്പാടും കൂടെ ചെയ്യാതെ പറ്റൂല. കാരണം മതം അത്ര സ്ട്രോങ്ങും സ്ട്രിക്റ്റുമാണ്. ചെയ്തില്ലെങ്കിൽ പരേതനോട് അനാദരവ് കാട്ടിയെന്നും പരേതൻ്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു നടക്കുമെന്നും വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതങ്ങ് വേരിറങ്ങിക്കിടക്കുവാണ്. ഇത് ക്രിസ്തീയ മതത്തിലും ശക്തമാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവരോട് പ്രാർത്ഥിക്കുക. അതായത് മരിച്ചുപോയ നമ്മുടെ കർത്താവിൻ്റെ അമ്മ മേരി, ജോസഫ്, പൗലോസ്, പിന്നീട് പറഞ്ഞു കേട്ട പലരും. ഈ മുളന്തുരുത്തിക്കാരനായ ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. നൂറുകണക്കിന് ആളുകളോട് പ്രാർത്ഥിക്കുക, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ. അതിന് സഭയുടെ ഒരു പൊതുവായ അംഗീകാരം കൂടെ കൽപ്പിച്ചാക്കിയാൽ നല്ലതാണെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. അങ്ങനെയൊക്കെ ആ കാലത്ത് ആ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ പുതിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ എന്ത് പറയുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഡെഡ് പീപ്പിൾ കാൺ കോൾ ഔട്ട് യുവർ നെയിം. അത് ആരാണെങ്കിലും ശരി, മരിച്ചുപോയവർക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. മരിച്ചുപോയവർക്ക് ആരാധിക്കാനും സ്വാതന്ത്ര്യമില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യുക? അവർ വിശ്രമിക്കുകയാണ്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു.
നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക. വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്ത് നല്ലതായിട്ട് ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരാൾ ഒരു ജോലിയും ചെയ്യത്തില്ല. അതൊരാത്മീയ കാര്യമാണ്. അത് കുത്തിപ്പൊളിച്ച് കിള്ളിച്ചകഞ്ഞ് ചോദിച്ച് ദുരുപദേശം ഉണ്ടാക്കരുത്. ദൈവവചനത്തിൽ ഒരു വാക്യമല്ല, പല വാക്യങ്ങളുണ്ട്. മരിച്ചവരും മൗനത്തിലിറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. വേറെയും തെളിവുകൾ തരാം, ഇത് മതിയല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇതൊരു അറിവാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.